അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറത്തു നിസായിലെ 46-ാമത്തെ വചനത്തിൻ്റെ വിശദീകരണത്തിൽ നിങ്ങളുടെ ശത്രുക്കളെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹു ആണെന്നും അള്ളാഹു രക്ഷാധികാരിയായി മതിയായവനാണെന്നും സഹായിയായി അവൻ മതിയായവനാണെന്നും സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നു. അതിൻ്റെ വിശദീകരണമായിട്ട് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, സംടൈംസ് സമ്മൺ മേ മാസ്ക്. ചില സമയത്ത് ചിലർ മുഖംമൂടിയെടുത്ത് അണിയും. ആസ് എ ഗുഡ് പേഴ്സൺ, അയാളൊരു നല്ല ആളാണെന്ന്. മാസ്ക് ആസ് എ ഗുഡ് പേഴ്സൺ ആൻഡ് ഷോസ് ഹിംസെൽഫ്. എന്നിട്ട് അയാൾ സ്വയമേ കാണിക്കും ടു ബി എ ഡിവോട്ട് ബിലീവർ. ആത്മാർത്ഥതയുള്ള ഒരു വിശ്വാസിയാണെന്ന്. ഡിവോട്ട് ബിലീവർ. വേഴ്സ് ഹി ഈസ് നോട്ട്. എന്നാൽ അവനതല്ല. അപ്പോൾ ചില സമയത്ത് ചില ആളുകൾ വളരെ ഭക്തരാണ്, വളരെ നല്ലവരാണ്, അള്ളാഹ്ക്ക് വേണ്ടിയുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് ഉള്ള വേഷത്തിൽ പ്രത്യക്ഷപ്പെടും. അവരതുപോലെ തന്നെ അങ്ങ് അപ്രത്യക്ഷമാവുകയും ചെയ്യും. സംടൈംസ് സമൺ മേ മാസ്ക് ആസ് എ ഗുഡ് പേഴ്സൺ. അവരൊരു നല്ല ആളാണെന്ന് നടിക്കും, ഭാവിക്കും, അല്ലെങ്കിൽ കപടമുഖം കാണിക്കും. ആൻഡ് ഷോസ് ഹിംസെൽഫ് ടു ബി എ ഡിവോട്ട് ബിലീവർ വേറസ് ഹി ഈസ് നോട്ട്. അവനൊരു യഥാർത്ഥ വിശ്വാസിയല്ല, പക്ഷേ അവൻ്റെ നാട്യം മാത്രമാണത്. ഹി മേ ഷോ ഹിംസെൽഫ് എ മുസ്ലിം. അവന് കാണിക്കുവാൻ കഴിയും, അവന് സ്വയമേ എ മുസ്ലിം 1,000 times, 1000 പ്രാവശ്യം താനൊരു മുസ്ലിമാണെന്ന് വേണമെങ്കിൽ അവന് പറയാം, കാണിക്കാം. ആൻഡ് ഇൻ 1,000 ways, അതുപോലെ ഒരു 1000 വഴികളിലൂടെ വേണമെങ്കിലും അവന് പറയാം, ഞാൻ ആണെന്നൊക്കെ. ബട്ട് വെരിലി അള്ളാഹ് സേസ്, എന്നാൽ അള്ളാഹു തആല തറപ്പിച്ച് പറയുന്നത് ദാറ്റ് ഇറ്റ് ഈസ് ഹിം ഹു നോസ് ഹിസ് റിയൽ കളർ. അവൻ്റെ യഥാർത്ഥ നിറം എന്താണെന്ന് അറിയുന്നവൻ അള്ളാഹു മാത്രമാണെന്ന്. അവൻ 1000-ഓ 10,000-ഓ പ്രാവശ്യമൊക്കെ ഞാൻ മുസ്ലിമാണ്, ഞാൻ ഇസ്ലാമാണ്, ഞാൻ ഇസ്ലാമിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള വേഷങ്ങൾ അവൻ കെട്ടിക്കൊണ്ടേയിരിക്കും. അതിന് അവർ 1000-ഓ 10,000 എത്ര പ്രാവശ്യം വേണേലും അവർക്ക് തറപ്പിച്ച് പറയാം. പക്ഷേ അള്ളാഹു തആല പറയുന്നു, ബട്ട് വെരിലി അള്ളാഹ് സേസ്, അള്ളാഹു തആല തറപ്പിച്ച് പറയുന്ന ഇറ്റ് ഈസ് ഹിം, അവൻ മാത്രമാണ്, ഹു നോസ് ഹിസ് റിയൽ കളർ, അവൻ്റെ യഥാർത്ഥ നിറം, അവസ്ഥ എന്താണ് എന്ന് അറിയുന്നവൻ അവൻ മാത്രമാണ്. ആൻഡ് ആൾ മാസ്ക്സ് ഓഫ് ഡിസീറ്റ്, ഈ ചതിയുടെ ഈ മൂടുപടങ്ങളുണ്ടല്ലോ, മുഖമൂടികൾ, ആൻഡ് ആൾ മാസ്ക്സ് ഓഫ് ഡിസീറ്റ് ഫാൾസ് ബിഫോർ ഹിം, അള്ളാഹുവിൻ്റെ മുമ്പിൽ അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും. അവനെടുത്തണിഞ്ഞിരിക്കുന്ന ഈ മുഖമൂടികളൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അഴിഞ്ഞു വീഴും. ദെയർഫോർ ഓൾ ബിലീവേഴ്സ്, ആയതിനാൽ എല്ലാ വിശ്വാസികളും
മസ്റ്റ് റിലേ ഓൺ അല്ലാഹ്. അള്ളാഹുവിനെ അഭയം തേടിക്കൊള്ളുക, അള്ളാഹുവിനെ ആശ്രയിച്ചു കൊള്ളുക. ഫോർ ഹെൽപ്പ്, നിങ്ങൾക്കെന്തെങ്കിലും ജീവിതത്തിൽ സഹായം വേണമെങ്കിൽ നിങ്ങളത് റിലേ ഓൺ അല്ലാഹ്, അള്ളാഹുവിനെ പിടിച്ചോണം. അല്ലാഹ് ഫോർ ഹെൽപ്പ് ആൻഡ് ടേക്ക് ഹിം ആസ് ദെയർ കോംറേഡ്, അവരുടെ സുഹൃത്തായി, യഥാർത്ഥ സുഹൃത്തായി അള്ളാഹുവിനെ അവർ സ്വീകരിച്ചു കൊള്ളണം. ആൻഡ് ഗൈഡ്, അതുപോലെ യഥാർത്ഥ വഴികാട്ടിയായും. അപ്പോൾ യഥാർത്ഥ കൂട്ടുകാരനായും യഥാർത്ഥ വഴികാട്ടിയായും യഥാർത്ഥ സഹായിയായും അവർ അള്ളാഹുവിനെ പിടിച്ചുകൊള്ളണം. അതല്ല എങ്കിൽ അവർ വേഷം കെട്ടിയിരിക്കുന്ന ഈ വേഷങ്ങളൊക്കെ പൊയ് വേഷങ്ങളാണ് എന്ന് ഒരിക്കൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇതെല്ലാം അഴിച്ച് വയ്ക്കേണ്ടി വരും. നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടിയാണോ ജീവിച്ചത് അതോ അല്ലയോ എന്ന് നമ്മൾ വേഷം കെട്ടിയിരിക്കുകയാണ് എല്ലാവരും. നമ്മളെല്ലാവരും ഓരോ വേഷത്തിൻ്റെ ഉടമകളാണ്. എന്നിട്ട് ഈ വേഷമൊക്കെ ഒന്ന് അഴിച്ചു വെച്ചിട്ട് നിങ്ങൾ ആർക്ക് വേണ്ടിയായിരുന്നു, ആരുടെ തൃപ്തിക്ക് വേണ്ടിയാണ്, ആരുടെ കൽപ്പനയ്ക്ക് വേണ്ടിയാണ് ഈ ലോകത്ത് നിങ്ങൾ ജീവിച്ചതെന്നുള്ള കാര്യം അവിടെ വെളിവാക്കപ്പെടുന്നത്. അത്യത്ഭുതകരമായ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ അള്ളാഹുവിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അഴിപ്പിക്കും. ഇഫ് ദീസ് ബിലീവിങ് പീപ്പിൾ, ഈ വിശ്വസിക്കുന്നവരായ ആളുകൾ, ഹാവ് ദ ഗുഡ് ഫോർച്യൂൺ ഓഫ് ലിവിങ്, അവർക്ക് ഒരു നല്ല അവസരം, ജീവിക്കുന്നതിന് നല്ല ഒരു അവസരം അവർക്ക് ഈ വിശ്വാസികൾക്ക് കിട്ടുകയാണെങ്കിൽ, ഇൻ ദ ഇറ ഓഫ് എ ഡിവൈൻ റിഫോമർ, ഒരു ദൈവിക പരിഷ്കർത്താവിൻ്റെ കാലഘട്ടത്തിൽ അവർക്ക് ജീവിക്കുവാൻ ഈ വിശ്വാസികൾക്ക് കഴിയുമെങ്കിൽ, ഫോർ ഹ്യൂമൻ കൈൻഡ് ആൻഡ് ഇസ്ലാം, ഇസ്ലാമിനും മനുഷ്യകുലത്തിനും ദൈവിക നവോത്ഥാനം നൽകുന്നതിനായുള്ള ഒരാളിൻ്റെ കാലഘട്ടത്തിൽ അവർക്ക് ജീവിക്കുവാനുള്ള ഒരു അവസരം, നല്ല ഒരു അവസരം അവർക്ക് ഈ വിശ്വാസികൾക്ക് ലഭിക്കുകയാണെങ്കിൽ, then he must absolutely seek attachment to such a man of God. അവർ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ അത്തരമൊരു മാൻ ഓഫ് ഗോഡ്, ദൈവിക മനുഷ്യനുമായിട്ട് സീക്ക് അറ്റാച്ച്മെൻറ്റ്, അവർ ചേർന്ന് നിൽക്കാൻ, അവരുടെ എല്ലാ സന്ദർഭത്തിലും ചേർന്ന് നിൽക്കാൻ അവർ ആഗ്രഹിക്കും. ഹി മസ്റ്റ് ആബ്സല്യൂട്ട്ലി സീക്ക് അറ്റാച്ച്മെൻറ്റ്, സമ്പൂർണമായിട്ടും ആ ദൈവിക മനുഷ്യനുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ. നമ്മളൊക്കെ ഈ രംഗത്ത് പരാജയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് വീണ്ടും നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതല്ലേ? അതിന് നമ്മൾ ഈ ഖുർആനിലേക്ക് തന്നെ തിരിഞ്ഞെങ്കിൽ പറ്റുകയുള്ളൂ. അപ്പോഴറിയാം, നമ്മൾ ഈ ഖുർആനെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളണം, എൻ്റെ ചര്യയെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ വഴിപിഴച്ച് പോകാതിരിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ വഴിപിഴച്ചു. അങ്ങനെ അന്ത്യോപദേശം നൽകിപ്പോയ ഒരു മനുഷ്യൻ്റെ അനുചരരാണ് നമ്മളെന്നാണ് അവകാശപ്പെടുന്നത്. ഈവൻ ഇഫ് ഹി ഹാസ് ടു ക്രീപ്പ് ലോങ് ഡിസ്റ്റൻസസ്, ആ ദൈവിക മനുഷ്യൻ്റെ കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, ഈവൻ ഇഫ് ഹി ഹാസ് ടു ക്രീപ്പ്, അവൻ ഇഴഞ്ഞു പോകേണ്ടി വന്നാൽ പോലും, ലോങ് ഡിസ്റ്റൻസസ്, അങ്ങ് വിദൂരതയിലേക്ക് അദ്ദേഹം ഇരിക്കുന്നിടത്തേക്ക് നിങ്ങൾക്ക് ഇഴഞ്ഞു പോകേണ്ടി വന്നാലും, ആൻഡ് ഓൺ മെനി ഒബ്സ്റ്റക്കിൾസ്, അതുപോലെ അനേകം തടസ്സങ്ങൾ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നാലും, ടു കം ആൻഡ് എംബ്രേസ് ഹിസ് വെറാസിറ്റി, എന്നിട്ട് അദ്ദേഹത്തിനടുത്ത് എത്തിച്ചേരുകയും ആ സത്യതയെ ആലിംഗനം ചെയ്യുകയും ചെയ്യുക. ആൻഡ് ഗൈഡൻസ്, ആ മാർഗദർശനം നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. ഇന്ന് നമ്മൾ എത്രയോ വിദൂരതയിലിരുന്നു കൊണ്ട് നമുക്ക് ഈ പരമമായ സത്യം നമ്മുടെ കൈകളിലേക്ക് അദ്ദേഹം വന്നതെന്ന് പറയുന്നത് പോലല്ലേ അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, പക്ഷേ സാധനം നമ്മുടെ അടുത്ത് വന്നു. അപ്പം നമ്മളും അവിടെയും ഒന്നായി ചേരുന്ന നിമിഷങ്ങളും സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമാണ്. നമ്മളൊക്കെ ഒറ്റുകാരാണ്, ജൂദാസുമാരാണ്. നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ വഴി വിട്ട് സഞ്ചരിക്കുന്നവർ തന്നെയാണ്. ദ വൺ ഹൂ പ്ലേസസ് ഹിസ് ട്രസ്റ്റ് ഇൻ അല്ലാഹ്, ആരാണോ അള്ളാഹുവിൽ
വിശ്വാസമർപ്പിക്കുന്നത്. ദ വൺ, ഏതൊരാളാണോ ഹൂ പ്ലേസസ് ഹിസ് ട്രസ്റ്റ്, അദ്ദേഹത്തിൻ്റെ വിശ്വാസം അവൻ ഇൻ അല്ലാഹ്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നത്, സ്ഥാപിക്കുന്നത്, നിർത്തുന്നത്, ദെൻ അല്ലാഹ് സഫിസസ് ഫോർ ഹിം, അവന് അള്ളാഹു മതിയായവനാണ്. അങ്ങനെ നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അല്ലാതെ ചുമ്മാ ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അള്ളാഹുവിന് ബോധ്യമാവണം നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതും അവൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരുമാണെന്ന്. അങ്ങനെയാണെങ്കിൽ അള്ളാഹ് സഫിസസ് ഫോർ ഹിം, അള്ളാഹു അവന് മതിയായവനാണ്. ഫോർ ഹീ ഈസ് ദ അബ്സല്യൂട്ട് പവർ, സമ്പൂർണമായ പവർ, അധികാരം അവൻ്റെ കയ്യിലാണ്. അത് നമ്മൾ നല്ലതുപോലെ തിരിച്ചറിയണം. സമ്പൂർണമായ അധികാരം അവൻ്റെ കയ്യിലാണ്. അങ്ങനെയുള്ള അള്ളാഹുവിനെ വിട്ടിട്ട് ഒരധികാരവും ഇല്ലാത്ത വഴികേടിൽ നടക്കുന്ന ആളുകളുടെ പുറകെ നമ്മൾ നടന്ന് നമ്മുടെ ജീവിതം നശിപ്പിക്കേണ്ടതുണ്ടോ? ഫോർ ഹീ ഈസ് ദ അബ്സല്യൂട്ട് പവർ, ആൾമൈറ്റി, അവൻ സർവശക്തനാണ്. അവനെ വെല്ലാൻ ആരുമില്ല, എല്ലാ അധികാരവും അവൻ്റെ കയ്യിലാണ്. ആൻഡ് നോവർ ഓഫ് എവരിത്തിങ്, എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ അറിയുന്നവനുമാണ്. വിച്ച് ഹാപ്പൻസ് ഇൻ ദ റിലം ഓഫ് ഹിസ് ക്രിയേഷൻസ്, അവൻ്റെ സൃഷ്ടിജാലങ്ങൾ, സൃഷ്ടിമണ്ഡലങ്ങളിൽ നമുക്ക് ദൃശ്യങ്ങളും അദൃശ്യങ്ങളുമായിട്ടുള്ള അവൻ്റെ സൃഷ്ടിമണ്ഡലങ്ങൾ എന്തറിയാം? അതിൻ്റെ 100% പോലും, അല്ലെങ്കിൽ 0.0001 പോലും അറിയാൻ പാടില്ലാത്ത അവൻ്റെ സൃഷ്ടിമണ്ഡലങ്ങളുടെ അഖിലത്തെക്കുറിച്ചും അവൻ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് അവന് നല്ലതുപോലെ, ദ നോവർ ഓഫ് എവറിഥിങ് വിച്ച് ഹാപ്പൻസ് ഇൻ ദ റെലം ഓഫ് ഹിസ് ക്രിയേഷൻസ്, അവൻ്റെ സൃഷ്ടിജാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സകലതും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അള്ളാഹുവാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുകയാണെങ്കിൽ ആ അള്ളാഹ്ക്ക് വേണ്ടി, ആ സത്യത്തിന് വേണ്ടി, ആ ധർമ്മത്തിന് വേണ്ടി, ആ നീതിബോധത്തിന് വേണ്ടി നമുക്ക് നിന്ന് ഈ ലോകത്ത് നിന്നും അപ്രത്യക്ഷമാകുന്നതല്ലേ നല്ലത്. അതിനുവേണ്ടി നിലകൊള്ളാനാണ് വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് വന്നതും മുഴുലോകത്തും വഴികാട്ടിയായി ഒരേ ഒരു ഗ്രന്ഥം, ഒരേ ഒരു ദൈവം, ഒരേ ഒരു മാനവൻ. ജാതി മത വർഗ വർണ്ണങ്ങളൊന്നും അവിടെ ഇല്ല, മനുഷ്യൻ മാത്രം. യാ അയ്യുഹന്നാസ്, എത്രയിടത്ത് ഖുൽ അഊദു ബി റബ്ബിന്നാസ് മലിക്കിന്നാസ്, എല്ലാം അല്ലാഹുവും അവൻ്റെ സൃഷ്ടികളായ മനുഷ്യരും. അതുകൊണ്ട് നിങ്ങൾ അവനിൽ അഭയം തേടിക്കൊള്ളുക, അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക. അവൻ്റെ കൽപ്പനകൾ അന്തസ്സായ നിലയിൽ പറയുക, ആരോടും പറയുക. അതല്ലെങ്കിൽ മൗനം പാലിക്കുക. ഈ ധിക്കാരികൾക്കും നിഷേധികൾക്കും കീഴടങ്ങുന്നതിനും ഭേദം മരണമല്ലേ. അല്ലാഹു തആല അവൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫും പരിശുദ്ധമായ തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുവാനുള്ള സൗഭാഗ്യം, കാലത്തിൻ്റെ ഇമാമിനെ തിരിച്ചറിഞ്ഞിട്ടും നമ്മൾ വഴിപിഴച്ചു പോകുന്നവരും പരാജയപ്പെട്ടവരുമായി പോകുന്നു എങ്കിൽ നമ്മൾ ചതിയന്മാരാവുന്ന ഡിസീറ്റ് പീപ്പിൾ, ചതിക്കുന്നവരായതുകൊണ്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അല്ലാഹു തആല അവൻ്റെ പ്രത്യേകമായ സംരക്ഷണയിൽ നമ്മൾ എല്ലാവരെയും സദാസമയം നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്തൊരു പുതിയ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ വരുന്നതാണ്. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.